ഇങ്ങോട്ട് കൂടി ഞാൻ അപ്പളേ പറഞ്ഞില്ലേ, കാരണം ചായ കുടിക്കാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ആശയം മാറ്റം വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വന്നതിനറിയോ, മല്ലൂറാപ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം എത്ര മണിയുടെ? സമയം 5:07. നമുക്ക് വേറെ കുറച്ച് നേരം വീട്ടിലിരുന്നപ്പോഴേ ഒരു ചായ കുടി ബ്ലോഗിൻ്റെ ഒരു സാധനം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയൊക്കെയാണ്. ബാക്കിൽ നിതീഷ്കാൻ കേട്ടാ പെട്രോൾ കിടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് ചായ കുടിക്കാൻ. ബ്രോ ചില്ലല്ലേ? ബാക്കി നമുക്ക് ചായ കുടിക്കാൻ പോകുമ്പോൾ അവിടെ പോയിട്ട് എടുക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ടാസ്കുകളൊന്നുമില്ല. നൈസായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ, ചായ കുടിക്കുക, കുറച്ച് നേരം വർത്താനം പറയാം, കുറച്ച് ആൾക്കാരൊക്കെ കാണാം, ഓരോ എന്താ പറയുക, ഒരു അനുഭവങ്ങൾ പഠിക്കാതെ പറയില്ല അല്ലേ? അതെ, ജസ്റ്റ് ചില്ലിങ് സാധനം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം ബാക്കി. ചെക്കട്ട് പോകാൻ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടാ. പൊള്ളി വൈബ്, ചില്ലായിരിക്കും നമ്മളിന്ന്. വല്ല റേറ്റ് എന്തെങ്കിലും കിട്ടിയാൽ മതിയാവും അല്ലേ? എന്താന്ന് വിചാരിക്കാം. അതെ അതെ അതെ. കാരണം വെച്ചാൽ എവിടേക്ക് നമുക്ക് ചാടിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ കാരണം ഒറ്റ ഡെലിവറി ഉള്ള എവിടേക്ക് പറയേ ചില്ലൗട്ട്. ചായ പിടിക്കാൻ വേണ്ടിട്ട് എറണാകുളം മറൈൻ ഡ്രൈവിലേക്ക് പോവാ. പിന്നെ എന്താ പറയാ, സോപ്പും പൊടി മേടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം ലുലു മാളിൽ പോയിട്ട് വരിക. ഇതൊക്കെ ഞങ്ങളുടെ സത്യം പറഞ്ഞ വൈപ്പിട്ടാ. അതൊരു ഏറ്റവും കൂടുതൽ പെട്ടതാരോ അല്ലേ? സോപ്പും പൊടി മേടിക്കാൻ ആരെങ്കിലും നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാളിൽ പോയിട്ടുണ്ടാ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യട്ടാ. അത്രയും ഭ്രാന്തുള്ള നമ്മുടെ ടീം മാത്രമേ ഉള്ളൂ. റൈഡർ, പട്ടിഷോ റൈഡർ അങ്ങനെയാണല്ലോ അപ്പോൾ അതിപ്പോൾ പറയാ. ട്രെൻഡിങ് അതല്ല, പട്ടിഷോ ഉള്ള ഒരു പട്ടിഷോ യാത്ര. ചായക്കട തപ്പി തപ്പി ചായക്കട കിട്ടാതെ അവസ്ഥ. ചായക്കട തൃപ്തിപ്പെടില്ല. അതെ, നമുക്ക് തൃപ്തിയില്ലാത്ത ചായക്കടകളാണ്. നമുക്ക് കയറാൻ തോന്നണം. ഒരു വൈബ് കിട്ടിയ നമുക്ക് കയറാൻ അവിടെ മൂഡ് വേണം. മൂഡില്ലെങ്കിൽ പിന്നെ നമ്മൾ ചേഞ്ച് പണി വിട്ട് അടുത്ത പണി പിടിക്കണം. പിന്നെ എക്സ്പെൻസീവ് കൂടുമല്ലോ ബാറിലൊക്കെ. ചായ മാറി വെള്ളമാവും, ബാറിലെ വെള്ളമാവും, പിന്നെ അത് തേടി നടക്കട്ടെ. നിഷ്കാതൊക്കെ വെച്ചിട്ടൊക്കെ ചായ പിടിക്കാറിങ്ങിയതാ. 10-13 റുപ്യ ചിലവ് വരുന്നുണ്ട് ഇപ്പൊ. അതെ, പെട്രോൾ വേറെ പോണ്. ചായ 3 ചായ 3 കടി 60 പരിപാടിയാ. അതെ, 60 റുപ്യക്ക് ഇറങ്ങേണ്ട പരിപാടിക്ക് വേണ്ടിയിട്ട് 300 രൂപ പെട്രോൾ പിടിച്ച് 300 റുപ്യ ഇപ്പോൾ ചായക്കട കിട്ടാൻ സ്ഥിതിക്ക് ഒരു 200 റുപ്യ പെട്രോൾ പിടിച്ച് 500 രൂപ തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഇറക്കാം, സെറ്റാകും. നമുക്ക് മറ്റേ കുണ്ടോളിക്കടയിൽ പോകണമെങ്കിൽ കുറച്ച് പൈസ ഇട്ട് വേണം. വീരൊന്നുമില്ല, പക്ഷെ അവിടെ ഫുഡ് പോയി കഴിക്കും. അടുത്ത വീഡിയോ നമ്മളൊക്കെ കുണ്ടോളിക്കടവിൽ പോയിട്ട് പെട്ടാ കറികളും കള്ളും കൂട്ടി അടിക്കുന്ന ഒരു വീഡിയോ എന്നിട്ടാണ് നമ്മൾ അടുത്ത ചെയ്യാൻ പോണേ. അതിലെന്ത് വന്നാലും ശ്രീകാന്തിന്റെ കഴുത്തിലെ മാലയിലും പണയം വെച്ചിട്ട് നമ്മൾ പോയിരിക്കും. എൻ്റെ ഇതിലൊരു മാലയുണ്ട്, അതവ കണ്ടിട്ടാ. അപ്പൊ ഏതെങ്കിലും ഒരു മാല പണയം വെച്ചിട്ട് അതിന് പോകണം. നല്ല റെഡി ആവുള്ള എന്നാൽ നമ്മളുണ്ടല്ല അല്ലാത്തതിൽ ഇങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ആസ്വദിച്ച് നടക്കണം. ആണ് നമ്മുടെ ഒരു വൈബ്. വാടാൻപള്ളി നമ്മുടെ ഫാൻസ് ചെയ്യുന്നോട്ടാണ്. നമ്മുടെ സബ്സ്ക്രൈബർ ട്രാവൽ വിഷ്ണുട്ടൻ. ഓക്കെ, വാടാൻപള്ളിയുള്ള ചായക്കട എത്തിയില്ല. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാം. ചായക്കട കാണിച്ചിട്ടാ. വിപുലമായ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കിട്ട് ബോണ്ട, പഴംപൊരി, കായ ബജ്ജി, മുട്ട ബജ്ജി, മസാല ബജ്ജി, ഇതിലേതാണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാടകയിൽ സെറ്റ് ആയിട്ടാക്കാൻ ഫുൾ ടീം ഇങ്ങനെ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് ചായ വന്നിട്ടില്ല പറഞ്ഞിട്ടുണ്ട്. നിതീഷ്കാൻ ഉള്ളിവട പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ഉള്ളിവട വരുന്നുണ്ട്, 2 ഉള്ളിവട വരുന്നുണ്ട്, 3 ഉള്ളിവട.
ആ ഉള്ളിയോടെ വന്ന സ്ഥിതിക്ക് ഉള്ളിയോടെ വെച്ചൊരു പട പടയ്ക്കണം രാവിലത്തെ. അപ്പോൾ ഉള്ളിയോടെ നൈസായിട്ട് രാവിലത്തെ വന്നിട്ടാ കിട്ടുന്ന ഇങ്ങനെ വിറയ്ക്കുന്ന സാധനം. നമുക്ക് കല്ലുമാരത്തെ ഇഷ്ടം അല്ലേ? ചമ്മന്തി വന്ന ശരിക്കും ചമ്മന്തി കൂട്ടൊരു പട പടയ്ക്കാം. ചായ വന്നിട്ടുണ്ട്. ക്യാമറ പിടിക്കാൻ പറ്റില്ല കാരണം 2 കിലോ സാധനം കിട്ടി. ചായ കൂടി നൈസായി കഴിഞ്ഞു കേട്ടോ. ശ്രീകാന്ത് നമുക്ക് യാത്ര ചെയ്യാം. ചീന്ത് മഴ വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിന് മുന്നേ വീടെത്തണം. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് കാറ് കയറണം. ബാക്കിയുള്ള അവിടെ പറ്റി കാണാം. ഓക്കെ ഗൈസ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാരണം ചായ കുടിക്കാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ആശയം മാറ്റം വരും. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇപ്പോൾ കുടിച്ച ചായക്കടയിൽ കടിക്കിടല്ല, ചൂട് പോരാ. അപ്പോൾ പറഞ്ഞു അന്ന് നമുക്ക് ബീച്ച് വൈബ് പോവാം. ശ്രീകാന്തിൻ്റെ സ്വന്തം കടീൻ്റെ അവിടെ. അപ്പോൾ എടശ്ശേരി ബീച്ച് ഡയറക്റ്റ് ചെല്ലണത് ശ്രീകാന്തിൻ്റെ കടയ്ക്ക് ഉണ്ടാ. അപ്പോൾ അവിടെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വേറെ സാധനം ഞങ്ങൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയില്ല. അപ്പോൾ അവിടേക്ക് പോവാം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ വരുന്നുണ്ട്. അപ്പോൾ തോന്നി മഴ അപ്പം പറഞ്ഞു ചൂട് കടി ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ട് ഞാൻ അമ്മ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, പോയി കഴിക്കുക. പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ വീണ്ടും കിടന്നു ചിരിച്ചിരിക്കട്ടെ, കിടക്കല്ല. ശ്രീകാന്ത് ഓട്ടത്തോട് വിടും. മഴ വന്നു ഗൈസ്. മഴ വന്നു കഴിഞ്ഞാൽ ചീറും. ഞാൻ കാണിച്ചുതരാം. പറ്റി നമ്മുടെ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ കാണാനുണ്ട് നമ്മുടെ ചെക്കൻ്റെ ഷോപ്പ്. അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്, ക്രൗഡുണ്ട്, കുഴപ്പമില്ല. നമുക്ക് പടക്കാം. വഴി വരണ്ട. അപ്പോൾ ഇതിലേക്ക് പോകുമ്പോൾ ഇവിടെ കയറാം. ഇടയ്ക്ക് കയറാൻ പോട്ടാ. പടച്ചോണ്ടിരിക്കണോ നമുക്ക് പടക്കാം. അതെ, ചായയും കൂടി നൈസായിട്ട് പുറത്തേക്ക് പോകാം. കാന്തപ്പൻ്റെ ചായ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വന്നതിനറിയോ, ഈ മഴയത്ത് ഈ കടപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കുറച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഓരക്ഷ അടിപൊളി മൈൻഡ് കേട്ടോ. അതായത് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ കുറച്ച് ചായയൊക്കെ കുടിച്ച് ചില്ലായിട്ട് നമ്മുടെ ചെക്കൻ്റെ കട, നമ്മുടെ സ്ഥലം. പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് എന്താ നോക്കാനുള്ളത്? സൈക്കിൾ റൈഡേഴ്സ് ഇറങ്ങിയിട്ട് കുറച്ച് കട അവന്മാര് മഴയും കൊണ്ട് നിന്നിട്ട് കടലിൻ്റെ അവിടെ പോയി നിന്നിട്ട് കടൽ ആസ്വദിക്കണം. അവിടെ മൈൻഡ് വേണ്ട. എങ്കിൽ നീ വേണം വരുന്നത് നമ്മുടെ യൂത്ത് പോയി ഇവിടെയൊക്കെ കോട്ട കയ്യിലുണ്ടായിട്ട് 2 പേരും മഴയെന്തായാലും ജോഡി പോവാ. അഡ്രസ് എല്ലാവരും അവൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരിക്കടാ. ചായ കുടി കഴിഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് യാത്രയാവണ്ടാ. അപ്പോൾ ചായ കുടി കഴിഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും.